മുന്നണികളെ ആശങ്കയിലാഴ്ത്തി വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കുറഞ്ഞ പോളിംഗ് ശതമാനത്തിലെ ഇടിവ് പ്രിയങ്കാ ഗാന്ധിക്ക് റെക്കോർഡ് ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്ന യുഡിഎഫിന്റെ കണക്കുകൂട്ടൽ തെറ്റിക്കുമോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. ഒടുവിലത്തെ കണക്കുകളിൽ 64.54% വയനാട്ടിലെ പോളിംഗ്. 6 മാസം മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 10% കുറവ് ഇത്തവണയുണ്ടായി. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ 9,50,500 പേരാണ് ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയത്. സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, മാനന്തവാടി, തിരുവമ്പാടി, വണ്ടൂർ, നിലമ്പൂർ, ഏറനാട് എന്നീ മണ്ഡലങ്ങളിൽ 2024 73.48% പോളിംഗ്. അതാണ് 64.54% കുറഞ്ഞത്. രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ 3,64,422 ഭൂരിപക്ഷം. പോളിംഗ് കുറഞ്ഞെങ്കിലും തങ്ങളുടെ വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് LDF സ്ഥാനാർത്ഥി സത്യൻ മൊക്കേരി പറഞ്ഞു. ഇപ്പൊ എന്താ അവസ്ഥ? 2014 വോട്ടിങ്ങും 2024 ടോട്ടൽ വോട്ട് പോൾ ചെയ്തും തമ്മിൽ വലിയ വ്യത്യാസമില്ല. 5 ലക്ഷം 4 ലക്ഷത്തിലധികം വോട്ട് പോൾ ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് വോട്ട് പോൾ ചെയ്തില്ല? LDFന്റെ 100% വോട്ട് പോൾ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വോട്ട് പോൾ? പൊളിറ്റിക്കലായ ഒരു മാസമാണത്. അവർ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. പോളിംഗ് ശതമാനത്തിന്റെ കുറവ് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ ബാധിക്കില്ലെന്നാണ് UDF ക്യാമ്പിന്റെ ആത്മവിശ്വാസം. വലിയ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുക്കപ്പെടുമെന്ന് കൽപ്പറ്റ MLA T സിദ്ദിഖ് പറഞ്ഞു. കഴിഞ്ഞ തവണത്തെ പോളിംഗ് പെർസെന്റേജ് 72.92 കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ. ഇത്തവണ ഈ സമയം വരെ 65% ആവറേജ് അറൗണ്ട്. അത് ഒരു 1.5% കൂടെ വർദ്ധിക്കും. കാരണം പോസ്റ്റൽ വോട്ട്, പിന്നെ ഫൈനൽ ടാബുലേഷൻ എല്ലാം കൂടെയായി ഒരു 1.5% കൂടെ കൂടും. ഒരു 67 ചുവടയായിട്ട് അത് നിൽക്കും എന്നാണ് പ്രതീക്ഷ. അപ്പം വരുന്ന ഡിഫറൻസ് 6 to 7% വോട്ടിന് ഡിഫറൻസാണ്. അതിൽ ഞങ്ങളുടെ വോട്ടുകൾ വളരെ പരിമിതം. അതിൻ്റെ മെജോറിറ്റി വോട്ടും ഹൈ മെജോറിറ്റി വോട്ടും ഇടതുപക്ഷത്തിന്റെയും BJPയുടെയും വോട്ടുകളാണ്. പോളിംഗ് ശതമാനം കുറഞ്ഞത് ഏറെ വോട്ട് ബാങ്കുള്ള UDFനെ തന്നെയാണ് ആശങ്കപ്പെടുത്തുന്നത്. 2024 രാഹുൽ ഗാന്ധിക്ക് കുറഞ്ഞ ഭൂരിപക്ഷം ഉൾപ്പെടെ വർദ്ധിപ്പിക്കുമെന്നും 5 ലക്ഷത്തിലധികം ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് ലഭിക്കുമെന്നുമുള്ള UDFന്റെ തന്നെ പ്രതീക്ഷകൾക്കാണ് ഇത് മങ്ങലേൽപ്പിക്കുന്നത്. മണ്ഡലത്തിലെ വോട്ട് ഷെയറിംഗ് വർദ്ധിപ്പിക്കാനാവുമെന്ന ശക്തമായ വിശ്വാസത്തിലാണ് NDA. ന്യൂസ് മലയാളം, വയനാട്.